യെസ്, പ്രധാനമന്ത്രി ഇപ്പോൾ തൃപ്രയാർ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് വരികയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ വാഹനത്തിൽ കയറിയിരിക്കുന്നു. അവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരെയും BJP നേതാക്കളെയും ഒക്കെ അഭിസംബോധന ചെയ്യുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതാ റോഡ് ഷോ ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ റോഡ് ഷോ അതുപോലെ ഒരു പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃപ്രയാറിൽ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുകയാണ്. നേരത്തെ ഷെഡ്യൂൾ പ്രകാരം റോഡ് ഷോയൊന്നും നിശ്ചയിച്ചിരുന്നില്ല. എന്നാൽ ഇത്രയധികം പ്രവർത്തകരും ആളുകളും കൂടിയ ഒരു പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് വേണം മനസ്സിലാക്കാൻ. പ്രധാനമന്ത്രി റോഡ് ഷോയായി തന്നെ ആളുകളെ അഭിവാദ്യം ചെയ്ത് മടങ്ങുകയാണ്. നിരവധി BJP പ്രവർത്തകരും നേതാക്കളും ഒക്കെയാണ് പ്രധാനമന്ത്രി തൃപ്രയാറിലേക്ക് വരുന്നതാണെന്ന് അറിഞ്ഞ് റോഡിന്റെ ഇരുവശത്തും കാണാനായി വന്നു ചേർന്നിരുന്നത്. ഇപ്പോഴത്തെ MS അനീഷ് കുമാർ അവിടെ നിന്നും ചേർന്നുണ്ട്. അനീഷ്, എന്തായാലും നേരത്തെ ഈ റോഡ് ഷോയുടെ കാര്യമൊന്നും ഷെഡ്യൂൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയധികം ആളുകൾ വന്നതുകൊണ്ട് ഒരുപക്ഷെ അതിലേക്ക് കടന്നതായിരിക്കാം. എന്താണ് അവിടുത്തെ സാഹചര്യം? അനീഷ് പറയുന്നത് വ്യക്തമാകുന്നില്ല. എന്തായാലും അനീഷിലേക്ക് മടങ്ങി എത്താം. നിരവധി ആളുകൾ പ്രധാനമന്ത്രിയെ കാണാനായി അവിടേക്ക് എത്തിയിരുന്നു. അതിന്റെ ഭാഗമായി എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഷെഡ്യൂൾ പ്രകാരം ഇല്ലാതിരുന്ന റോഡ് ഷോയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. പ്രധാനമന്ത്രി കാറിൽ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ടത്. അല്പസമയം മുമ്പാണ് ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയത്. എന്തായാലും ഒരു മണിക്കൂറോളം സമയം പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ ചിലവഴിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ. പല വഴിപാടുകളും അവിടെ നടത്തിയിട്ടുണ്ട്. ഒപ്പം പല സംഗീത പ്രോഗ്രാമുകൾ അടക്കമുള്ളവയുടെ ഭാഗമായതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ തൃപ്രയാർ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്ന അനീഷ, കേൾക്കാമെങ്കിൽ തുടരാം. നമുക്കറിയാം ഇവരൊക്കെ വലിയ നിരാശയോടുകൂടിയാണ് നേരത്തെ പറഞ്ഞത്. നേരത്തെ കാണാൻ കഴിയുമോ? എന്താണ്? വളരെ സന്തോഷം. എന്തായാലും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന വെയിലും കൊണ്ട് വലിയ സന്തോഷം പ്രധാനമന്ത്രിനെ കാണാൻ പറ്റിയത്. എന്താണ് ചെയ്തത്? ഇവിടെ വന്നപ്പോൾ ഇറങ്ങി അഭിവാദ്യം ചെയ്തു. സന്തോഷമായി കാണാൻ പറ്റി. അതിയായ സന്തോഷം കാണാൻ പറ്റില്ല. അത്രയും വിഷമിച്ചാണ് ഞങ്ങളിവിടെ നിന്നിരുന്നത്. മക്കൾ വരെ വെയിൽ കൊണ്ടാണ് നിന്നത്. നേരത്തെ വന്ന് നിന്നു. ഇവിടെ അങ്ങോട്ട് കിടക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെങ്കിലും ഫ്രണ്ടിലെത്താൻ വേണ്ടി ഞങ്ങൾ തിക്കുന്നവരൊക്കെ കൂട്ടി അങ്ങോട്ട് പോയി കാണാൻ പറ്റി. സന്തോഷമുണ്ട്, നല്ല സന്തോഷം. കുറെ നേരം 2.5-3 മണിക്കൂറായി. സന്തോഷം. ആള് കണ്ടുല്ലോ. അത് ഞങ്ങളെ പ്രതീക്ഷകളൊക്കെ തെറ്റിന്ന് വിചാരിച്ച് കുറെ സമയം ഇവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഇപ്പൊ ഒരുമിച്ച് കുറെ സമയം കാത്തുനിന്നു. അവസാനം മോദി ഞങ്ങളെ പ്രതീക്ഷകൾക്കൊക്കെ കിട്ടി പുറത്തേക്ക് വന്നു. ഞങ്ങളെല്ലാവർക്കും സന്തോഷമായി. എന്താണ് ഈ നിങ്ങൾ കുറെ നേരമായി കാത്തിരിക്കുന്ന ആളുകളൊക്കെയാണോ? ഭയങ്കര ഹാപ്പി. ഞങ്ങൾ 8 മണിയോട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കണ്ടു, സന്തോഷായി. അപ്പൊ ആദ്യം അങ്ങോട്ട് പോയപ്പോ ഒരു നിരാശയായിരുന്നോ? ആണ്, കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് തിരിച്ചു വന്നപ്പോ കണ്ടു, സന്തോഷായി. 8 മണി ഇതിപ്പോ കിട്ടിയതാ. ഇത് രാവിലെ കിട്ടി. ആണ്. കണ്ണു നിറഞ്ഞു. അങ്ങോട്ട് പോയപ്പോ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. വിഷമിച്ചിരിക്കായിരുന്നു. കണ്ടപ്പോ കണ്ണു നിറഞ്ഞു പോയി. കണ്ടപ്പോഴാണോ കണ്ണു നിറഞ്ഞു? എങ്ങനെയായിരുന്നു അവിടെ ഇറങ്ങി അദ്ദേഹം അഭിവാദ്യം ചെയ്തു? വളരെ സന്തോഷം. മോദിനെ കാണാൻ സാധിച്ചേ. ഇടയ്ക്കൊരു നിരാശ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നന്നായി കാണാൻ പറ്റി.
എന്തായാലും ആളുകളുടെ ഒരു പ്രതികരണമാണ്. കാരണം അദ്ദേഹം അങ്ങോട്ട് പോയപ്പോൾ എല്ലാവരും ചിരിച്ചു. അയ്യോ വളരെ സന്തോഷമുണ്ട്. ത്രിപുരയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ വന്നു പോകുന്നത്. വളരെ സന്തോഷം. അതിൽ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു നിങ്ങൾക്ക്? വിഷമായിരുന്നു. ആദ്യം ഞങ്ങൾ വീടിന്റെ പുറത്ത് കൂടിയാണ് ആൾ പോയത്, ഈ വലപ്പാട് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട്. അപ്പൊ പിന്നെ അപ്പൊ കാണാൻ പറ്റില്ല, കാറിന്റെ ഉള്ളിലല്ലേ. ഇവിടെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ചിരി ഇപ്പോഴും പോകുന്നില്ല, സന്തോഷം? അയ്യോ സന്തോഷം പോണില്ല, നേരിട്ട് കാണാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങൾ കാണാൻ പറ്റുമെന്നൊരു എല്ലാവർക്കും വളരെയധികം ഹാപ്പിയായി, വളരെ സന്തോഷം കേട്ടാ. കാണാൻ പറ്റിയ സന്തോഷം, എനർജി ഉണ്ട്. കുറെ നേരം നിങ്ങൾ കാത്തിരുന്നു, കാണാൻ പറ്റിയില്ലായിരുന്നു? അങ്ങോട്ട് കാണാൻ പറ്റില്ല, പുറത്താണ് റോഡ് ഷോ തിരിച്ചു വരുമ്പോഴല്ല ഉണ്ടായിരുന്നത്. കൃത്യമായി കണ്ടു. ഭയങ്കര സന്തോഷമായി ആണ്. ഞങ്ങൾ ഇറങ്ങി സാറേ എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇറങ്ങി കാണാനായിട്ട് കാര്യം കണ്ടു. സന്തോഷം. അടിപൊളിയല്ലേ? അടിപൊളിയാ. കെട്ടി പോകുന്നേ. അങ്ങോട്ട് പോയപ്പോ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇനി അതോ? നമുക്കൊരു വിഷമമില്ല, ഇനി ഒരു വിഷമില്ല. ഇവിടെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി, വളരെ സന്തോഷം തന്നെ, വളരെ സന്തോഷമായി. ഒരുപാട് നേരമായി കാത്തിരിക്കും. പിന്നെ ഒരുപാട് ടൈം ഞാനൊരു 8:15 പോകുന്നതാ. ഒരുപാട് വളരെ സന്തോഷമായി, ഇറങ്ങി കണ്ടതിൽ വളരെ സന്തോഷം. ആളുകളുടെയൊക്കെ ഒരു വികാരം ഇതാണ്. കാരണം നേരത്തെ പലർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു, അദ്ദേഹം ഇവിടെ നിൽക്കുമോ അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യുമോ, നേരിട്ട് പോകുമോ എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ആളുകളുടെ ആശങ്കയൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും ചിരിക്കുന്ന മുഖങ്ങളുമായി പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.